Shruti, you can start. Okay. Good evening, everyone. Firstly, I'll start with paying respect to the traditional owners of the land, past and present. പിന്നെ നമ്മുടെ കൂടെ ഈ സോളിഡാരിറ്റി വിത്ത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഭാഗമായ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഐ ഓൾസോ താങ്ക് മെട്രോ മലയാളം ഫോർ ബീയിങ് എ പാർട്ട് ആൻഡ് കവറിംഗ് ദ പ്രോഗ്രാം. എന്റെ പേര് ശ്രുതി നായർ. ഞാൻ ട്രിവാൻഡ്രം സ്വദേശിനിയാണ്. ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ലോകം ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രതിസന്ധിയുടെ പേരാണ് COVID-19 ഓർ കൊറോണ വൈറസ്. എല്ലാ പേരെയും പല രീതിയിലാണ് ഈ വൈറസ് ബാധിച്ചിരിക്കുന്നത്. ശരീരത്തെ മാത്രമല്ല, സോഷ്യലി, ഫിനാൻഷ്യലി ആൻഡ് മെന്റലിയും ഇത് എല്ലാവരെയും നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എഫക്ട് ആയവരിൽ ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെത്. വിദേശ രാജ്യത്തിലേക്ക് സ്വപ്നങ്ങളുമായി പഠനത്തിനായി എത്തിയ നമ്മൾ ഈ പരീക്ഷണ ഘട്ടത്തിലൂടെ പോകുന്നത് ഇതിനോട് സംബന്ധിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ മീറ്റിംഗ് ഒരുക്കിയിരിക്കുന്നത്. And also as an outcome, we are trying to achieve certain concessions for international students, especially from India. A petition is already circulated in the social media, which is meant to be submitted to the Parliament of India in favor of Indian international students. In this segment, international students and community members അവരുടെ COVID-19 അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ കൂടെ ചേരുന്നതാണ്. Followed by 2 beautiful songs, and in the end, we have an open forum where you are welcome to share your thoughts and insights regarding the COVID-19 situation. Upon തുടങ്ങുന്നതിന് മുന്നിൽ, I would like to explain Zoom in short. പുറത്തുള്ള സൗണ്ടിനെ റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ മെമ്പേഴ്സിനെയും എക്സെപ്റ്റ് സ്പീക്കേഴ്സിനെ മ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ താഴെ ടു യുവർ റൈറ്റ് there is a hand raise button. അത് പ്രസ് ചെയ്താൽ നിങ്ങളെ അൺമ്യൂട്ട് ചെയ്ത് തരുന്നതായിരിക്കും. സെക്കൻഡ്ലി, there is a chat box below. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറെ കമന്റ്സ് ആൻഡ് സജഷൻസ് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി സെഷൻ. ആദ്യമായി ഞാൻ വിളിക്കാൻ പോകുന്നതാണ് അർജുൻ മതിലകത്ത് ഫ്രം കാൻബെറ. അർജുൻ ഏട്ടൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ കുറിച്ചും പിന്നെ അവരുടെ ലൈഫ് ഇൻ ഓസ്ട്രേലിയയെ കുറിച്ചാണ്. Welcome, Arjun. Thank you, Shruti. Sorry, അവിടെ എന്തൊരു പ്രശ്നം ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടായി. ബട്ട് എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അർജുൻ മതിലകത്ത്. ഞാൻ 2016 ജൂലൈയിൽ കാൻബറയിൽ പഠിക്കാൻ വന്നു. 2 കൊല്ലം പഠിച്ചു. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു. സത്യം പറഞ്ഞ സ്റ്റുഡന്റ് അഡ്വക്കസി സ്പേസിലേക്ക് ഞാൻ വന്നത് എന്റെ ബുദ്ധിമുട്ടുകളും സാഹചര്യം കൊണ്ട് തന്നെയാണ്. 2017 ജൂലൈയിൽ കൗൺസിൽ ഓഫ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന സീസ എന്ന് പറയുന്ന നാഷണൽ പീക്ക് ബോഡി ഓഫ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ നാഷണൽ പബ്ലിക് റിലേഷൻസ് ഓഫീസറായി എന്നെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞ എനിക്ക് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഓസ്ട്രേലിയയിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ഒരു മനസ്സിലായത്. ഇവിടെ ഓസ്ട്രേലിയയിലത്തെ 3rd ബിഗ്ഗസ്റ്റ് എക്സ്പോർട്ട് ആണ് എഡ്യൂക്കേഷൻ. നമ്മുടെ നാട്ടിലത്തെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓട്ടോമൊബൈലോ അയൺ ഇൻഡസ്ട്രിയോ മാതിരി. അതിൽ ഇവിടെ ഏതൊരു സമയം 700,000 അല്ലെങ്കിൽ 7 ലക്ഷം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ സ്റ്റുഡന്റ് വിസയിലുണ്ട്. അവര് PhD അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ വെറ്റ് ടേപ്പ് സെക്ടറിലെ ഡിപ്ലോമാസ്, എലിക്കോസ്, ഹൈസ്കൂൾ വരെ പഠിക്കുന്ന ഇന്റർനാഷണൽ കുട്ടികളുണ്ട് ഇവിടെ. അപ്പൊ അവര് മെയിൻ ആയിട്ട് ഓസ്ട്രേലിയയിൽ വരാൻ കാരണം ഒബ്വിയസ്ലി എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ബട്ട് അത് കൂടാതെ അവർ വരുന്നത് എന്തിനാന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കുന്ന സമയത്ത് 20 hours per week വർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് പോസ്റ്റ് സ്റ്റഡി, സോ അവർ 2 years മിനിമം ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ വിത്ത് ഫുൾ വർക്കിംഗ് റൈറ്റ്സ് കിട്ടും. ആൻഡ് അത് കൂടെ അവർക്ക് വേണമെങ്കിൽ ഇവിടെ പെർമനന്റ് റെസിഡൻസിക്കും അപ്ലൈ ചെയ്യും. അപ്പൊ ഇത് ഇവിടുത്തെ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഒരു ഡെലിബറേറ്റ് മൂവ് ആണ് ടു റീറ്റെയിൻ സ്കിൽ ടാലൻസ് ഇൻ ഓസ്ട്രേലിയ. അതിൽ അപ്പോ ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു 15% നമ്മളെ ഇന്ത്യൻസ് ആണ് ഉള്ളത്. ആൻഡ് അതിലൊരു നല്ല വിഭാഗം മലയാളി കുട്ടികൾ തന്നെയാണ് ഉള്ളത്.
ആൻഡ് നമ്മളെ മലയാളി കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുന്നത് അധികം PhD അല്ലെങ്കിൽ മാസ്റ്റർ കോഴ്സ് ഇൻ സയൻസ്, അക്കൗണ്ടിങ്, മാനേജ്മെന്റ്, നഴ്സിംഗ് ഇങ്ങനത്തെ ഇതിലാണ് വരുന്നത്. പിന്നെ പൊതുവേ ഒരു വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് മലയാളി കുട്ടികൾ പഠിക്കാൻ ഓസ്ട്രേലിയയിലേക്ക് വരുന്നു പറയുമ്പോൾ കാശുള്ള കുട്ടികൾ ഇവിടെ ആഹ്ലാദിക്കാനും ആത്മാദിക്കാനും വരുന്നു എന്നുള്ള ഒരു വിചാരമുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ അതല്ല. നമ്മളെ നാട്ടിൽ വളരെ ലളിതമായിട്ട് ജീവിച്ചിട്ടുള്ള കുട്ടികള് നാട്ടിൽ നിന്ന് സ്റ്റുഡന്റ് ലോണും എഡ്യൂക്കേഷൻ ലോണും എടുത്തിട്ട് ഇവിടെ വന്ന് ട്യൂഷൻ ഫീസ് അതുകൊണ്ട് പേ ചെയ്ത് 20 hours വർക്ക് ചെയ്ത് ആ പൈസ കൊണ്ട് ഇവിടെ ജീവിക്കും. അത് കഴിഞ്ഞ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ആ സമയത്ത് അവരുടെ നാട്ടിലത്തെ ബാധ്യതകൾ വീട്ടും. അപ്പൊ അങ്ങനെയാണ് ഇവിടെ കുട്ടികൾ സാധാരണ ഉണ്ടായിരുന്നത്. ബട്ട് ഈ കോവിഡ് വന്നപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് സ്റ്റോപ്പായി. സത്യം പറഞ്ഞാൽ കോവിഡ് ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഏറ്റവും എഫക്റ്റ് ആയിട്ടുള്ള ഒരു കോഹോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. അത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലെ റെസ്ട്രിക്ഷൻസ് വന്നപ്പോ കുറെ പേര് ജോലി പോയി. അതിൽ ഓസ്ട്രേലിയൻസിന്റെയും പോയി, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെയും പോയി. ബട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഫെഡറൽ ഗവൺമെന്റിന്റെ ജോബ് കീപ്പർ ഇൻസെന്റീവോ അല്ലെങ്കിൽ സെൻട്രലിംഗ് ഇൻസെന്റീവോ കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരെയുള്ള ആ ഒരു കാശ് അല്ലെങ്കിൽ ഒരു ഫൈനാൻസ് അവർക്ക് കിട്ടിയിരുന്നില്ല. നാട്ടിൽ നിന്നും ചിലവർക്ക് അയക്കാൻ വരെ പറ്റിയിരുന്നില്ല, കാരണം നാട്ടിലും ലോക്ക്ഡൌൺ ആയിരുന്നു. അപ്പൊ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ കുട്ടികൾ ആ സമയത്ത് നിന്നിരുന്നത്. ആൻഡ് കമ്മ്യൂണിറ്റീസ്, അത് കുറെ നമ്മളുടെ മലയാളി കമ്മ്യൂണിറ്റീസ്, സിഖ് കമ്മ്യൂണിറ്റീസ്, അങ്ങനെ കുറെ കമ്മ്യൂണിറ്റീസ് കെയിം ടുഗദർ ഹെൽപ്പ് ദീസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. പക്ഷേ എന്നാലും യൂണിവേഴ്സിറ്റീസ് വന്നു ഇതേമാതിരി എമർജൻസി ഗ്രാന്റ്സ് ഒക്കെ കൊടുത്തു. അതുപോലെ ചില സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ചെയ്തു. ബട്ട് എന്നാലും അതൊരു വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂണിഫോം ആയിട്ട് എല്ലാവർക്കും ഇക്വിറ്റബിൾ ആയിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ ഈ കുട്ടികൾക്ക് എന്താ പറയാ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷണം കഴിക്കലും ഇവിടെ സർവൈവ് ചെയ്യലും ഈ ഒരു പീരിയഡിൽ. ഇപ്പൊ ഈ പീരീഡ് എൻഡ് ആവാറായി. എന്നാൽ ഈ സമയത്ത് അവർക്ക് ഇതൊന്നും കൂടാതെ ഞങ്ങള് ഒരു ഇന്ത്യൻ ഓവർസീസ് സ്റ്റുഡന്റ് സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പ് കൂടെ ഞങ്ങൾ റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്, സ്റ്റുഡന്റ് ലോൺസ് ഇന്ത്യയിലേക്ക് ഇവിടുന്ന് കുട്ടികൾ അയക്കുന്നത് $600 to $1,500 വരെ മാസം അയച്ചു കൊടുക്കണം ഇന്ത്യയിലേക്ക്, ബാങ്കിലേക്ക്. ആൻഡ് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു റീസെന്റ് ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചോ അത് ഭയങ്കര ഒരു വലിയ എമൗണ്ട് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് അത് ശരിക്കും നല്ല ഒരു എക്കോണമി സമയത്ത് തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഒരു സമയത്ത് അത് വളരെ ഡിഫിക്കൽട്ടാണ്. ആൻഡ് ഇപ്പോ ഇറ്റ്സ് ഗെറ്റിംഗ് ബെറ്റർ. പക്ഷെ എന്നാലും ഇപ്പൊ ജോലികളൊക്കെ ഇത്തിരി കൂടിയും റെസ്ട്രിക്ഷൻസ് ഒക്കെ ഈസായി തുടങ്ങി ചില സിറ്റീസിൽ. വിക്ടോറിയയിൽ അൺഫോർച്ചുനേറ്റ്ലി ആയിട്ടില്ല, ബട്ട് ബാക്കിയുള്ള സിറ്റീസിൽ റെസ്ട്രിക്ഷൻസ് ഈസായി, ജോലികളൊക്കെ തിരിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ എന്നാലും ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ നോക്കുമ്പോൾ ജോലി ഇപ്പോഴും കുട്ടികൾ കൂടുതൽ, ജോലി കുറവ് എന്നുള്ള ഒരു സ്ഥിതിയിലാണ്. ആൻഡ് ഈ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡെസ്പറേഷൻ കാരണം വർക്ക് പ്ലേസ് എക്സ്പ്ലോയിറ്റേഷൻ ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു സമയമാണ് ഈ സമയം. അപ്പോ അത് പൊതുവെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഏറ്റവും വലിയൊരു പ്ലേഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് പ്ലേസ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അപ്പൊ ഈ സമയം അതിലും കൂടാൻ വളരെ ഒരു സാധ്യതയുള്ള ഒരു സമയമാണ്. ആൻഡ് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ 2017-18 സീസയിലുള്ള സമയത്ത് ഞങ്ങളൊരു ക്യാമ്പയിന്റെ ഫലമായിട്ട് ഫെയർ വർക്ക് കമ്മീഷൻ ഇവിടെ ഓസ്ട്രേലിയയിൽ ഒരു ഓപ്പൺ ലെറ്റർ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് എഴുതിയിരുന്നു, വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കുറ്റമല്ല അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇഫ് ദേ ആർ, അവർക്ക് പോയിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വിസ അവരെ ഡിപ്പോർട്ട് ചെയ്യില്ല, അവരുടെ വിസ ക്യാൻസൽ ചെയ്യില്ല, ആൻഡ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും എന്നുള്ള ഒരു ഓപ്പൺ ലെറ്റർ DHA ആൻഡ് ഫെയർ വർക്ക് കമ്മീഷൻ കൊളാബറേറ്റീവ്ലി ഹാഡ് സെന്റ് ഔട്ട്. അപ്പോ അത് ഞാനിവിടെ ഓർമ്മിപ്പിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഈ ഒരു സമയത്ത് കുറെ കുട്ടികൾ ഡെസ്പറേറ്റ് ആയിട്ടുണ്ടാവും ആൻഡ് കുറെ കുട്ടികൾക്ക് ജോലിക്ക് ആവശ്യം വരും. സോ വർക്ക് പ്ലേസ് എക്സ്പ്ലോയിറ്റേഷൻ വിൽ ഹാപ്പൻ. അപ്പോ പ്ലീസ്, നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ പോയി, നിങ്ങളാണ് ചൂഷണപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ഫെയർ വർക്ക് കമ്മീഷന്റെ വെബ്സൈറ്റ് പോയി ചെക്ക് ചെയ്യൂ, അല്ലെങ്കിൽ അറിയുന്നവരാണെങ്കിൽ പറഞ്ഞു കൊടുക്കൂ അവർക്ക്. അതേപോലെ തന്നെ വേറൊരു പ്രശ്നം ഇവിടെ കുട്ടികളിൽ പ്ലേഗ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, മെന്റൽ ഇൽനെസ് അല്ലെങ്കിൽ ഡിപ്രഷൻ, ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് അത് ഇല്ല. കുട്ടികൾ ഓസ്ട്രേലിയയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം.
ഞാൻ ഓസ്ട്രേലിയയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഇവിടെ ആരും അറിയില്ലായിരുന്നു. ഞാൻ കാൻബറയിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് നാട് മിസ് ചെയ്യുന്നു. നാട്ടില് ഇവിടെ ആരും അറിയില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ബസ് കയറാൻ നിൽക്കുമ്പോൾ ഞാൻ മലബാർ ഡൈൻ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറന്റ് കണ്ടു. ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. ബസ് അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബട്ട് ഐ റാൻ ടു ദാറ്റ് റെസ്റ്റോറന്റ്. സോറി, അഗൈൻ ടെക്നിക്കൽ ഗ്ലിച്ച്, സോറി. ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ, അപ്പൊ ഞാൻ ആദ്യം ഓടിക്കയറി ആ റെസ്റ്റോറന്റിൽ. ആൻഡ് ഞാൻ ഏറ്റവും ആദ്യം ചെയ്തത് പുട്ടും കടലി ഓർഡർ ചെയ്തു. രണ്ടാമത് ചോദിച്ചത് മലയാളിയാണോ. ആൻഡ് മലയാളിയാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയാണ് ഒരു നിഷാദ് എന്ന് പറഞ്ഞ ഒരാളെ ഇവിടെ പരിചയപ്പെട്ടത്. പിന്നെ നിഷാദേട്ടൻ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മെന്റർ മാതിരിയായിരുന്നു ഇവിടെ. എനിക്ക് ഭയങ്കര ഒരു മോറൽ സപ്പോർട്ടും എനിക്കൊരു കോൺഫിഡൻസും അതിൽ നിന്ന് കിട്ടി. എനിക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ് കിട്ടി തുടങ്ങി ഇവിടെ. ആൻഡ് അത് പറഞ്ഞ് ഞാൻ എൻ്റെ ഇത് അവസാനിപ്പിക്കുകയാണ്. ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് റൺ ഔട്ട് ഓഫ് ടൈം ആസ് വെൽ. നമ്മള് ഇന്റർനാഷണൽ കുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവര് നമ്മൾക്ക് വയ്യാവേലി ആവുമെന്ന് വിചാരിക്കരുത്. ബട്ട് അവർക്ക് മോണിറ്ററി സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് മോറൽ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് കമ്മ്യൂണിറ്റി ആയി ചെയ്യണമെന്നില്ല. ബട്ട് എനിവേസ്, താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം. Thank you, Arjuneta. We would love to listen more of your whatever you have gone through or your experience, but we are running out of time. Yeah, sure. അടുത്ത ടോക്കിലേക്ക് പോകുന്നതിന് മുന്നിൽ പിന്നെ കുറച്ചൊന്ന് റീഫ്രഷ് ആകാനും ഒരു ഗാനമായാലോ? അതിനായി കെവനേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം കെവനേട്ട. ഹായ്, എൻ്റെ പേര് കെവിൻ. ഞാൻ ടൗൺസിൽ JSUല് മാസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി പഠിക്കുകയാണ്. അപ്പം ഫൈസൽ ചേട്ടനാണ് എന്നെ ഇങ്ങനെ വിളിച്ചിങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പം ഡ്യൂട്ടി ഉണ്ട്, ഇനിയിപ്പോ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. സോ ഈ പാട്ട് കഴിയുമ്പോഴേ ഞാൻ മിക്കവാറും പോകും. എനിക്ക് റെഡി ആയി പോകേണ്ട സമയമുണ്ട്. ഒരു 8 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്താലേ എനിക്ക് ഡ്യൂട്ടി പോകാൻ പറ്റുള്ളൂ. സോ ഞാൻ പാട്ടിലോട്ട് കിടക്കുകയാണ്.
Neta, thank you. It was a lovely song. And thank you for your time. ഓക്കെ, ഞാൻ ലീവ് ചെയ്യണം. അടുത്ത മീറ്റിംഗിന് എനിക്ക് ഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. It's okay. It's Bye, okay. guys. Yeah, thank you. So let's continue with the talks. Now I would like to welcome Lisa Johnson. Lisa is a PG student from University of Wollongong and have participated in community activities during this time of COVID. ഇന്ന് ലിസ സംസാരിക്കാൻ പോകുന്നത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്തു എന്ന്. വെൽക്കം ലിസ. Lisa, can you unmute, please? It's muted. Can you hear me now? Yes. That's good. Okay. Hi guys. Thank you so much for the introduction, Shruti. So my name is Lisa, and ഞാൻ ഇവിടെ Wollongongil last August ലാണ് വന്നത്, and I'm currently doing my Masters of Business in UOW. So I was one of the few people who were lucky enough to attend actual face-to-face classes before അവരെല്ലാം ഓൺലൈനിലോട്ട് മാറ്റിയത്. So our time I was able to make a couple of friends, and especially those in the Malayali and Indian Association committees. അങ്ങനെ കുറെ friends ഉണ്ടായി. Anyways, fast forward to when COVID began. അപ്പോഴാണ് ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് ഇവിടെ ഓസ്ട്രേലിയയിലോട്ട് വന്നത്. So I came back from my vacations in Feb. And അപ്പൊ കാര്യങ്ങൾ മോശമൊന്നല്ലായിരുന്നു. And so I did not have the foresight to transfer എൻ്റെ education loans fund എൻ്റെ Australian account-ലോട്ട്. And that is something that I till date regret not doing. But anyways, so ഇതൊക്കെ banks, so it was time to pay our trimester fees, and we also needed enough money to buy groceries and stuff, which I had not transferred at time. And the Korea funds avade weekly stuck, and I was not able to send funds here. So for almost a couple of weeks, not just me and my roommates and my friends, but like a couple of my friends around, our neighbors, we were all literally surviving on canned food and in the frozen parathas and stuff. And Australia, unfortunately, at time ulli and takali prices had significantly gone up. So in a tough time, suddenly a couple of communities started coming together. So we had Manjeet's Indian restaurant chains. So they initially started giving really, really delicious, very good, very healthy cooked meals in vegetarian and non-vegetarian. And I remember so many of my Indian friends, like we would stand in kilometers of queue, maintaining social distancing just for that one dabba of rice or roti, because that would be the only actual meal that we would have eaten in that entire 1 or 2 days. And so we did all of that. We survived with canned food. Apopo, we used to go grocery shopping and stuff. But then eventually more communities started coming in together. So he called Binu uncle, who is currently a part of Metro Malayalam, had I knew him from back home when I was in India. So uncle had contacted me saying, Lisa, Sydney Malayali Association wants to do something for the students in Wollongong, and we want to know if you could coordinate this for us. And I was extremely happy that, there is a whole community of people to back us up, and especially people who speak my language, people who I am comfortable with. So Binu uncle soon contacted me, and then I shared around that message to a couple of my friends. I got the contact numbers, house details of so many, like almost 78 students in the first donation drive that Sydney Malayali Association had conducted, and we had distributed over 700 kgs of grocery. So chore, payar, kadala, pickle, ready-made rasam powder. Okay, so kore divasam kazhinjittu pickle okke കഴിക്കാൻ കിട്ടി after that donation drive, and there's so many people who came to collect it. Pinna avarkadu, if it was too much for them, then they would distribute it, and there was just whole butterfly effect of just beautiful things that were happening within the Indian community thanks to that drive. And then eventually a lot of Indian societies, a lot of couples, a lot of families had come together to cook meals for everybody. The churches had come together. They would conduct drives on Sundays, and ഇപ്പോഴും എല്ലാ ഫ്രൈഡേയും എല്ലാ സാറ്റർഡേയും UOW food drives ഉണ്ട്. And it's very reassuring to know ഇപ്പം ജോലി ഇല്ലാത്ത ആൾക്കാർ also can aram se without a struggle or worry
about sleeping on an empty stomach can now stay happy there. So it's a great initiative. So it's really great to know that there's an entire community of not just Malayalis, but also Indians who are out there to help us in whatever small ways they can. So Kore clothes, winter clothes donation, blankets, electric heaters, Sydney എന്നൊക്കെ ചീപ്പായിട്ട് വാങ്ങി ഇവിടെ പിള്ളേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോഴും ചെയ്യുന്നുണ്ട് ആൾക്കാര്. So, and then I recently came across another NGO called Navodaya that deals with mental health issues, and they're located in Melbourne. So it's really nice to know that we're not alone and we don't have to be worried or scared about what's happening to us. And even calls like this are very reassuring. So yeah, thank you so much for everybody for doing all this for us and making us feel like, you know, we are family. And thank you so much for letting me be a part of this. Thank you. Thank you so much, Lisa. You're true. Like, it's true that it's a relief when people are there to back us up. And it's a relief for our parents also who are sitting back there in India and they are worried more than anything. Thank you so much, Lisa. അടുത്തതായി ഞാൻ വിളിക്കാൻ പോകുന്നത് ശ്രീജിത്ത് ഫ്രം ബ്രിസ്ബെയിൻ. ശ്രീജിത്ത് ഏട്ടൻ ഇവിടെ ഇപ്പോൾ പഠനം കഴിഞ്ഞ് ഡോക്ടറൽ റിസർച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ടുഡേ ശ്രീജിത്ത് ഏട്ടൻ വിൽ ടോക്ക് അബൌട്ട് ദ ഡിഫറെന്റ് ഡയമെൻഷൻസ് ഓഫ് കമ്മ്യൂണിറ്റീസ് ഇൻ സപ്പോർട്ടിംഗ് ദ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. വെൽക്കം ഏട്ടാ. Shreeze Atta? Hello. Yep. Am I audible? Yep. Go. Thanks, Rudy. നമസ്കാരം, എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഞാൻ 2017 ആണ് ഓസ്ട്രേലിയയിൽ വരുന്നത്, ഒക്ടോബറിൽ PhD-ക്കായിട്ട്. ജാനുവരി 2019 അല്ല, 2020 ജാനുവരി ആയപ്പോൾ എൻ്റെ PhD കഴിഞ്ഞു. ഫെബ്രുവരി ടൈം ആയപ്പോഴത്തേക്കും PhD അവാർഡ് ചെയ്തു. ഇപ്പൊ ഞാൻ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഇന്നിപ്പോ ശ്രുതി പറഞ്ഞ പോലെ എനിക്ക് പറയാനുള്ളത് ഒരു വ്യത്യസ്ത ഡയമെൻഷനാണ്. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി നമുക്ക് കൂടുതലായിട്ട് സ്റ്റുഡൻസിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. ഇപ്പം ലിസ പറഞ്ഞതുപോലെയും അർജുൻ പറഞ്ഞതുപോലെയും ഒരുപാട് കാര്യങ്ങൾ മലയാളി കമ്മ്യൂണിറ്റിയും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും ഇവിടുത്തെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ അതിന്റെ ഭാഗമായിരുന്നിരിക്കാം. അതിനെല്ലാവർക്കും ആദ്യമേ നന്ദി പറയട്ടെ. കാരണം ഒരുപാട് പേര് ആ സഹായം കൊണ്ട് വളരെ നന്നായി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ആദ്യം ഞാൻ എൻ്റെ സ്വന്തം പേരിൽ നന്ദി പറയാണ്, ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പേരിലും നന്ദി പറയാണ് ബ്രിസ്ബെയിനിൽ നിന്ന്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ലിസയിൽ നിന്ന് തന്നെ തുടങ്ങാം. ലിസ മഞ്ജീത് എന്ന് പറയുന്ന റെസ്റ്റോറന്റിന്റെ മുമ്പിൽ ഒരു ക്യൂ കണ്ട കഥ, ക്യൂ ഉണ്ടായിരുന്നു, ഒരു വലിയ ക്യൂ ഉണ്ടായിരുന്ന കഥ ലിസ ഇവിടെ അവതരിപ്പിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ SBS-ന്റെ ഒരു ന്യൂസ് 2-ാം തീയതി, ജൂൺ 2-ാം തീയതി വന്നിരുന്നു. അത് മെൽബണിൽ നടന്ന ഒരു ഫുഡ് വൗച്ചർ ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ചായിരുന്നു. അതായത് ഒരു മെൽബൺ സിറ്റി കൗൺസിൽ കൊടുത്തതാണ് 1000 സ്റ്റുഡൻസിന് $200 ഒരു വൗച്ചർ കൊടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു അവർ ഇട്ടിരുന്നത്. 36 മണിക്കൂറുകൾ കൊണ്ട് ആ രജിസ്ട്രേഷൻ 17,000 കഴിഞ്ഞു. 17 ടൈംസ് ആണ് അവർ എക്സ്പെക്ട് ചെയ്ത് അവർക്ക് വരാവുന്നതിനേക്കാൾ കൂടുതൽ 17 ടൈംസ് ആണ് ആളുകളെ അത് രജിസ്റ്റർ ചെയ്തത്. അതുപോലെ മഴ പോലും അവഗണിച്ചുകൊണ്ട് അവിടെ സ്റ്റുഡൻസിന്റെ ഒരു വലിയ ക്യൂ അവിടെ ഉണ്ടായി. അവർക്ക് അവസാനം ആ പ്രോഗ്രാം നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി. അത് SBS റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 2-ാം തീയതി. അവരുടെ ന്യൂസിൽ നിങ്ങൾക്ക് വായിക്കാം. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അതൊരു പെർസ്പെക്റ്റീവ്. അപ്പൊ അവിടെ വന്ന് ഫുഡ് കിട്ടാതെ പോയ ഒരു വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ടൊന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കാരണം ഒരു ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കാൻ വരുന്നു, അത് കിട്ടാതെ പോകുന്ന ഒരു വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പൊ എന്റെ പ്രശ്നം, ഞാൻ അതിനകത്തോട്ട് വിരൽ ചൂണ്ടുന്ന കാര്യം, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ കൊണ്ട് പറ്റാവുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതിന്റെ ഔട്ട്കം നമ്മൾ എങ്ങനെ മാപ്പ് ചെയ്യുന്നു, അതായത് ഇത് എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ, നേരത്തെ അർജുൻ തന്നെ മെൻഷൻ ചെയ്ത മാതിരി എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ, അതിനകത്തൊരു ഡിസ്പാരിറ്റി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾക്ക് ഔട്ട്കം മോണിറ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ വാസ്തവം തന്നെയാണ്. അപ്പൊ അതിൽ കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പൊ യൂണിവേഴ്സിറ്റീസ് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും ഔട്ട്കം എന്താണെന്ന് ആർക്കും അറിയില്ല. അതായത് ഇത് എങ്ങനെ നടത്തപ്പെട്ടു, എല്ലാവർക്കും കിട്ടിയോ, ആ കിട്ടിയത് അഡിക്വേറ്റ് ആയിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പൊ അർജുൻ പറഞ്ഞ ഫിഗേഴ്സിലേക്ക് വരികയാണെങ്കിൽ $600 to $1,500 പെർ മന്ത് ഇൻട്രസ്റ്റിലേക്ക് മാത്രം അടയ്ക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറപ്പാണ് അവർക്ക് കിട്ടിയിട്ടുള്ള എന്ത് തന്നെ സഹായമായിരുന്നാൽ പോലും അത് അവരുടെ 1 മാസത്തെയോ 1.5 മാസത്തെയോ ഇൻട്രസ്റ്റിന് പോലും തികയില്ല. പേഴ്സണലി അക്കോമഡേഷൻ നഷ്ടപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികളെ എനിക്ക് നേരിട്ട് അറിയാം. അപ്പൊ എല്ലാവരും പറയുന്നത് നിങ്ങളുടെ റെന്റൽ എഗ്രിമെന്റ് കാണിച്ചാൽ മതി, നിങ്ങൾക്ക് അതൊന്ന് നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാം. റെന്റൽ എഗ്രിമെന്റിലൂടെ താമസിക്കുന്ന എത്ര ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്? ഒരു വീട്ടിൽ 3 റൂമുള്ള ഒരു വീട്ടിൽ 16 പേര് കിടന്നുറങ്ങുന്ന വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്.
ഒരു റൂമിൽ 5-6 പേരായിട്ട് താമസിക്കുന്നവർ അവരെ ഒത്തൊരുമയോടുകൂടി പോകും. അപ്പൊ അവർക്ക് റെന്റൽ എഗ്രിമെന്റ് കാണിക്കാനില്ല. അവർ ക്യാഷ് ഇൻ ഹാൻഡ് ജോലി ചെയ്യുന്നവരാണ്. ക്യാഷ് ഇൻ ഹാൻഡ്, അതും $10 താഴെയൊക്കെ മണിക്കൂർ. അത് ഈ പറയുന്ന വർക്ക് എക്സ്പ്ലോയിറ്റേഷൻ, വർക്ക് സ്പേസ് എക്സ്പ്ലോയിറ്റേഷൻ ഒരു മുഖമാണ്. അപ്പൊ എന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഔട്ട്കം എല്ലാവരിലേക്കും എത്തി. ഇപ്പൊ നമ്മളൊരു ഗിഫ്റ്റ് പാക്കറ്റ് അല്ലെങ്കിൽ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സിമ്പിൾ ചോദ്യം ഇത്രേ ഉള്ളൂ: എത്ര മലയാളി അസോസിയേഷന്റെ കയ്യിൽ, ഇവിടുത്തെ മലയാളി അസോസിയേഷന്റെ കയ്യിൽ ഇവിടുത്തെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്പറും ഉണ്ട്? ആബ്സല്യൂട്ട്ലി. ഇപ്പൊ ബ്രിസ്ബെയിനിലുള്ള ഒരുപാട് മലയാളി അസോസിയേഷനുകളുണ്ട്. അവർക്ക് ആർക്കും തന്നെ അറിയില്ല ബ്രിസ്ബെയിനിൽ എത്ര മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്ന് നാട്ടിൽ നിന്ന് വന്ന്. അപ്പൊ അതിനെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? നമുക്ക് അങ്ങനത്തെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റി, നമുക്ക് എത്ര പേര് ഇവിടെ പഠിക്കുന്നുണ്ട്, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മാപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കിട്ടിയോ, നിങ്ങൾക്ക് എത്തിയോ? ഇതിപ്പോ നമുക്കറിയാവുന്ന ഒരു ചുറ്റുപാടിലേക്ക് നമ്മളുടെ എല്ലാ സഹായങ്ങളും ചിലപ്പോൾ ഒതുങ്ങി പോയിട്ടുണ്ടാകാം. ചാൻസ് ആണ് ഞാൻ പറയുന്നത്. സോ ദാറ്റ് ഈസ് വൺ പോയിന്റ് ഐ വാണ്ടഡ് ടു സേ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, ഇന്നലെയും പറഞ്ഞിരുന്നു, വർക്ക് സ്പേസ് എക്സ്പ്ലോയിറ്റേഷൻ. ഞാൻ അതിന്റെ വിക്ടിമാണ്. കാരണം പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് എനിക്ക് 90K സാലറി പറഞ്ഞ് ഉറപ്പിച്ചിരുന്ന ജോബ് ഒരു ദിവസം കൊണ്ട് മാറി ഒരു 25Kയിലേക്ക് മാറി. ഓൾമോസ്റ്റ് 1/4 മാറി. ഞാൻ ആ ജോലി അക്സെപ്റ്റ് ചെയ്തില്ല തീർച്ചയായിട്ടും. എനിക്കത് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ നിന്നു. പക്ഷെ അതൊരു വലിയ പോയിന്റ് ആണ്, കാരണം ഒരുപാട് പേര് അത് അനുഭവിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ വർക്ക് സ്പേസ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പല ചർച്ചകളിലും നമ്മൾ പറയുമ്പോൾ ആളുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, റെസ്റ്റോറന്റുകളിൽ $10 അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മുൻപും ഉണ്ടായിരുന്നു, കോവിഡിന്റെ സമയത്ത് അത് ഒന്നും കൂടി കൂടി. ഇനിയും അത് സസ്റ്റെയിൻ ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഇനിയും ഇത് തന്നെ നടക്കപ്പെടാം. അപ്പൊ നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സംഗതി നമുക്ക് ഇവിടെ ആവശ്യമാണ്. അതായത് കോവിഡ് വരുമ്പോൾ മാത്രം കൊടുക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് ഒതുങ്ങാതെ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. അത് സസ്റ്റൈനബിൾ ആയിരിക്കണം. അതായത് ഒരു സമയം വരുമ്പോൾ, പ്രളയം വന്നപ്പോൾ ആക്ട് ചെയ്തു, അത് പ്രളയം വന്നു കഴിഞ്ഞ് പോയി, അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെയും പഴയ പോലെ ആവും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മളത് സസ്റ്റൈനബിൾ ആയി കൊണ്ടുപോകാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അർജുനെ അറിയാമായിരിക്കാം, ആ ന്യൂസിൽ തന്നെ സിസയുടെ ഒരു മിലി എന്ന് പറയുന്ന മാഡം, അവരാണ് സിസയുടെ സ്പോക്സ് പേഴ്സൺ. അവരും ന്യൂസിൽ പറഞ്ഞിരുന്നു, ഈ സമയത്ത് വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന മെന്റൽ സ്ട്രെസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, അതായത് ദിവസങ്ങളോളം വീട്ടിൽ അടച്ചിരുന്ന വിദ്യാർത്ഥികളെ എനിക്കറിയാം, പേടിച്ചിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല വീട്ടിൽ എന്ത് പറയണമെന്ന്. ഇപ്പൊ ഞാൻ പറയുന്നത്, അവർക്ക് ആർക്കും കഞ്ഞി കുടിക്കാനില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവരുടെ എണ്ണം ഇവിടെ ഇല്ല. എല്ലാവർക്കും അത്യാവശ്യം വീട്ടിൽ ചെറുതായിട്ടെങ്കിലും എന്താ പറയുന്നത്, മക്കൾക്ക് പട്ടിണിയാണെന്ന് പറഞ്ഞാൽ പൈസ അടിച്ചു കൊടുക്കാൻ സാമ്പത്തികമുള്ള അച്ഛനും അത് കടം മേടിച്ചിട്ടാണെങ്കിൽ അയച്ചു കൊടുക്കും. ഇനി അഥവാ അത്രയും ദാരിദ്ര്യത്തിൽ കേരളത്തിൽ ജീവിച്ചവനാണെങ്കിൽ അവൻ ഇവിടെ വന്നാൽ അതിനേക്കാൾ നന്നായിട്ട് മുണ്ടി മുറുക്കി എടുക്കും. അതുകൊണ്ടല്ല, പേടിച്ചിട്ടാണ്. എങ്ങനെ ഞാനിത് അവതരിപ്പിക്കും? ഇത്രയും വലിയ തുക കടമെടുത്ത് എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്ന അച്ഛനും അമ്മയോട് ഞാൻ ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്, ഞാൻ പാർട്ട് ടൈം ജോബ് എടുത്ത് ഇവിടെ ജീവിച്ചോളാമെന്ന്. ഞാൻ എങ്ങനെ പറയും എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിലടച്ച് 3 ദിവസം ഇരുന്ന ഒരു വിദ്യാർത്ഥിയെ എനിക്കറിയാം. അവര് റെഡ് ക്രോസിന്റെ ഒക്കെ സഹായം ഞങ്ങൾ പരമാവധി അവരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവർക്ക് കുറെ പൈസ കിട്ടിയ പയ്യൻ എല്ലാ ദിവസവും വിളിക്കും. അപ്പൊ ആ ഒരു മാനസിക തലത്തിലൂടെ കടന്നു പോകുന്നു. അവർക്കൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു കൗൺസിലിംഗ് എടുക്കാൻ പോലുള്ള സൗകര്യമില്ല. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? കമ്മ്യൂണിറ്റിക്ക് ആ ഒരു മെന്റൽ ബാലൻസ് അല്ലെങ്കിൽ അവരുടെ മെന്റൽ ടോർച്ചറിങ്ങിനെ അഡ്രസ് ചെയ്യാൻ എന്ത് ചെയ്യാൻ സാധിച്ചു? അത് അടുത്തൊരു ചോദ്യമാണ്. ലാസ്റ്റ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഡിസ്കഷൻ അവരിലേക്ക് പോകാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണം എന്റെ എക്സ്പെർട്ടീസ് റോബോട്ടിക്സ്, എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ, മെഡിക്കൽ ഡിവൈസ് ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ എന്റെ സുഹൃത്തുക്കളുമായി ചേർന്നുകൊണ്ട്, എന്റെ കൂടെയുള്ള ഒരു 10 സ്റ്റുഡൻസുമായിട്ട് ചേർന്നുകൊണ്ട് ഞങ്ങൾ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു റോബോട്ടിക്സ് വർക്ക്ഷോപ്പ് ഫോർ ദ കിഡ്സ്. എന്നിട്ട് അവിടെ നിന്ന് തുടങ്ങിക്കൊണ്ട് നമ്മളുടേതായ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങാൻ പോവാണ്. കാരണം ഇപ്പൊ ഇവിടെ ഈ വരുന്ന കോവിഡിന്റെ പ്രശ്നങ്ങളും ഇനി ഉണ്ടാകാൻ പോകുന്ന പോസിബിൾ റിസഷനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പറയാണ്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കൂട്ടിലുള്ള ഒരു 10 പേരെ സഹായിക്കാൻ, അവർക്ക് ജോലി കൊടുക്കാൻ, എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാതെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായി മുന്നോട്ട് വരികയാണ്. അപ്പൊ അതിന് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതുപോലെ ഒരുപാട് ഐഡിയ ഉള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ സിഡ്നിയിലും മെൽബണിലും എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങനെ മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അത് നമ്മൾ ചെയ്യുന്ന അതെന്താ പറയുന്നത്, ഒരു വെൽഫെയർ എന്ന് നമുക്ക് വിളിക്കാം. ചാരിറ്റി എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു വെൽഫെയർ എന്ന് വിളിക്കാം, കുറച്ചും കൂടി സൗഖ്യം. അപ്പൊ അങ്ങനെ ഒരു വിശാലമായ ഡയമെൻഷനിൽ സസ്റ്റൈനബിൾ ആയ ഒരു എന്താ പറയുന്ന ഒരു സൊല്യൂഷൻ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിൽ എന്നേക്കുമായി ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും കമ്മ്യൂണിറ്റിക്ക്
എന്നുള്ളത് ആലോചിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് കോവിഡ് ഒരു കാരണമായി എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അത് കുറച്ചും കൂടി ഒന്ന് ആഞ്ഞു ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചു എന്നാണ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്റെ സമയം എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ ഒരു 1-2 മിനിറ്റോ കൂടുതലും എടുത്തിട്ടുണ്ടാവും. ക്ഷമിക്കുക, അത്രേ പറയാനുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ ദയവ് ചെയ്ത് ചോദിക്കുക. നന്ദി. Thank you, Sridhar. Let's hope there is a way out for everything you questioned. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ശ്രീ സുരേഷ് വല്ലത്ത് ഫ്രം മെൽബൺ. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഓസ്ട്രേലിയ ആൻഡ് മെൽബൺ സെക്യുലർ ഫോറമിന്റെ ഭാഗമായിട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ പല രീതിയിലും സഹായിച്ച വ്യക്തിയാണ് സുരേഷ് അങ്കിൾ. ഇന്ന് അങ്കിളുടെ എക്സ്പീരിയൻസ് വിത്ത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പങ്കുവയ്ക്കാനായിട്ട് ഇവിടെ വരുന്നതാണ്. വെൽക്കം അങ്കിൾ. No. Binu uncle, can you please unmute him? I'm unable to unmute him. Is it okay? Yeah. Yeah. My name is Suresh Wallath and I am the president of Indian Overseas Congress Australia, Kerala chapter. Suresh, can you put your video a little more down? I can't see your face. Okay. Thank you so much. Little more down, please. Yeah, beautiful. Yep. Is that all right? Very good. Yep. My name is Suresh Wallath and I am the president of Kerala chapter of the Indian Overseas Congress Australia. Thank you all in joining the Zoom session. Wish you all well in this COVID situation. I am based in Melbourne. The world is gripped with 9.7 million infections worldwide, with nearly 500,000 deaths and 167,000 new infections every day. India alone has more than 500,000 recognized infections and nearly 16,000 deaths. And currently it is on the list on the 4th level, and which is going to go up, which is scary. As Nelson Mandela had said, education is the most powerful weapon which you can use to change the world. It is for the same reason Kerala stands out among other states in India. COVID-19 is the deadliest after the Spanish flu of 1918 that infected 500 million and killed 50 million worldwide. The enemy is invisible and small, but powerful enough to sustain a long war, but we shall overcome. I am here to share my experience during this COVID pandemic, helping out, delivering kits and grocery vouchers to Indian students on behalf of Melbourne Secular Forum and Indian Overseas Congress Australia, and how we went about it. In Melbourne, we were involved in distributing grocery kits and vouchers during April and May. Volunteers, including me, traveled to the doorsteps to deliver kits to the needy instead of making students travel and get the kits from the grocery shops, saving them time, avoiding the risk of breach of lockdown, chance of infection, etc. A standard kit consisted of 5 kilo of rice, 5 kilo of atta, 1 liter of oil, 1 packet of noodle, and 1 kilo of dal or similar. We were involved in distributing kits to help nearly 220 students in Melbourne. We had published our efforts through social media and through word of mouth among the student community and traveled within a radius of nearly 70 to 80 kilometers. Working from home helped the volunteers to deliver the kits during daytime. In Sydney, it was predominantly 300 grocery vouchers valuing $40 that students exchanged for grocery kits from a grocery store in Parramatta. There were many other individuals and charity organizations, including Sikh volunteers, that did exemplary work in this area. We thank the sponsors, as we could not have done this without their financial and moral support. We had organized a Zoom session involving students, counsel from Indian Embassy, psychiatrists, psychologists, immigration consultant, and accountants with a question and answer session with a follow-up.
The mental stress and the depression felt by the student community was enormous due to the uncertain nature of the pandemic, loss of jobs, homesickness, especially among the newly arrived. Mental health was a concern area, and we had organized a few consultations free of cost for those who needed it. It was inspiring for all of us to see the level of maturity shown by the student community and their willingness to seek help. We made it a point to have friendly chats on a personal level with personal follow-ups from time to time. There were occasions when students refused to take extra kits, asking us to deliver it to those in need. That was very well inspiring for all of us as volunteers. We are proud that both students and the Indian community did not just sit and curse their fate and show helplessness, but positively found a way to contribute. Everyone showed empathy and understanding, the key words in a crisis. There were students who had just arrived and found themselves in the middle of a crisis with no jobs, nothing to eat, no financial support forthcoming from back home due to lockdown there too. But the bottom line is we did really overcome this pandemic. Not there yet. The student community shared and cared for each other, which was very heartening. We have an Indian origin senator in Victorian Parliament, Mrs. Kausalya Waghela. She took up the situation of international students to the Victorian Parliament, and the Premier announced a 54 million package for international students in Victoria. There are many students who got as much as $5,400 in grant, including the first year students. We had also taken up with the ambassador who took it up with the universities for their support and understanding, and they did not disappoint. The biggest change we make in our lives is by taking small steps. As the Chinese proverb goes, every long journey starts with a small first step. I found the students socially empathetic, morally responsible, environmentally dutiful. Well done, guys. COVID challenged all of us and still continue to do so. As our former Prime Minister Morarji Desai used to say, when wealth is lost, nothing is lost. When health is lost, something is lost. And when character is lost, everything is lost. The student community and the Indian community in Australia showed the character in us despite few hiccups. Humanity stood out. There are many lessons learned. Misfortunes and calamities do happen, but how do we respond to the situation is in our control. As former Prime Minister of Australia, late Mr. Malcolm Fraser used to say, life is not meant to be easy. Conquer and manage fear. Work with the people as a team, not against people. Otherwise, you win a small battle, but lose the war. If you are unhappy with the situation, do something about it. Make sure you are part of a solution rather than part of the problem. Please sign the online petition to the Indian Prime Minister. As Gandhiji used to say, be the change you want to see in the world. While in pursuit of our personal goals, please find time to involve in and contribute towards our political and social goals. Otherwise, as Plato had said, we would be governed by our inferiors. Use the power, knowledge, and wealth we have to make our surroundings a better place to live and breathe. Be empathetic, network with the decision makers, which is very important, as we found in Melbourne. Work with an outcome-based strategy. COVID-19 is just a virus and we shall overcome. But the biggest virus is our politics, our prejudices, our fears, anxieties, and attitudes. As Gandhiji used to say, we have everything in this world for everyone's needs, but not of everyone's greed. I will conclude with Gandhiji's outlining of 7 social evils. You would agree how it turned out true in today's world. Wealth without work, pleasure without conscience, knowledge without character, commerce without morality, science without humanity, religion without sacrifice, politics without principles. Thank you all. വളരെ നന്ദി സുരേഷ് അങ്കിൾ. People like you are much needed in the society. Thank you. ഇനി ഒരു പാട്ടും കൂടെ ആയാലോ? എന്തായാലും നമ്മളെ ടോക്ക് ഇവിടെ നിർത്തുന്നു. ഇനി അടുത്ത് പബ്ലിക് ഫോറത്തിൽ പോകുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ടാകാം.
അയാൾ കഥ എഴുതുന്നു എന്ന സിനിമയുടെ ഒരു ഫേമസ് പാട്ടുമായി അടുത്ത് ഞാൻ ക്ഷണിക്കുന്നു സംഗീതേട്ടന്. വെൽക്കം സംഗീതേട്ടൻ. ഏതോ മിത്രത്തൻ പൊന്മയിൽ പീലിയിൽ എഴുവർണ്ണങ്ങളും നീട്ടി തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമായി മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നിന്നരികിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഏതോ നിത്രത്തൻ പൊന്മയിൽ പീലിയിൽ എഴുവർണ്ണങ്ങളും നീട്ടി തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമായി മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നിന്നരികിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ആ വഴിയോരത്ത് അന്നാർദ്രമാം സന്ധ്യയിൽ ആവണി പൂവായി നീ നിന്നുവെന്നോ ആ വഴിയോരത്ത് അന്നാർദ്രമാം സന്ധ്യയിൽ ആവണി പൂവായി നീ നിന്നുവെന്നോ കുറുനിര തഴുകിയ കാറ്റിനോടന്നു നീ ഉള്ളം തുറന്നുവെന്നോ അരുമയാലാമോഹ പൊൻതൂവലൊക്കെയും പ്രണയനീലാവായി കൊഴിഞ്ഞുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഏതോ നിത്രത്തൻ പൊന്മയിൽ പീലിയിൽ. Thank you. Thank you, Sangeeta. This song still gives me a goosebump. Thank you. അടുത്ത് നമുക്ക് let's move to public forum. ഓൾറെഡി കുറച്ച് റിക്വസ്റ്റ് സംസാരിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യമായിട്ട് തുടങ്ങാം. ഫാസിലിക്ക. Fazilika is also one of the coordinator of this program. Fazilika, I welcome you. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഈ ജോബ് നഷ്ടപ്പെട്ട കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ജോബ് എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ചെക്ക് ചെയ്തിരുന്നു. പലരോടും അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു
ജോബ് വേക്കൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, നമ്മളത് പാസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിലവിൽ നമുക്ക് കുറച്ച് വേക്കൻസി വന്നിട്ടുണ്ട് അറിയാവുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടുക. അത് ഒന്ന് ആ ലിസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഹലോ, ബോൾക്കാം ഹിൽസിലാണ് ഒന്ന് വന്നിട്ടുള്ളത്. അത് അതിന്റെ നിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അവരത് കൊടുക്കുള്ളൂ. ജോബ് പാർട്ട് ടൈം ആണ്. ടെലികോളേഴ്സ്, ഡാറ്റ എൻട്രി, ഗ്രാഫിക് ഡിസൈനർ, ഇതറിയുന്ന ആൾക്കാരെയാണ് അവർക്ക് വേണ്ടത്. മോർ ഡീറ്റെയിൽസ് നമ്മളെ കിട്ടും. പിന്നെ ഉള്ളത് ഒരു മോർഗേജ് കമ്പനിയിലേക്കാണ്. ഇൻട്രസ്റ്റഡ് ഇൻ സെലക്ടിങ് എ പാഷനറ്റ് മാർക്കറ്റിംഗ് പേഴ്സൺ ഫോർ ദയർ പ്രൊജക്ട്, ആളാവശ്യമുണ്ട്. പിന്നെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ്. അപ്പൊ അതിലേക്ക് കുറച്ച് നല്ല നല്ല പണിയുള്ള ജോബാണ്. അപ്പൊ അതിന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. പിന്നെ ഒരു ചാൻസ് വന്നേക്കുന്നത് ഒരു വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്ത് അവിടുത്തെ കുട്ടികളെ ട്യൂഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫുഡ്, അക്കോമഡേഷൻ, പേയ്മെന്റ് എല്ലാം അവർ ചെയ്യും. പിന്നുള്ളത് മെൽബോണിലുള്ള ഒരു കമ്പനിയാണ് ഉള്ളത്. അവർക്ക് ഒരു ലീഡിങ് സ്പോർട്സ് ബ്രാൻഡ്സ് അപ്പാരൽ സപ്ലൈ കമ്പനിയാണ്. അവർക്ക് സെയിൽസ് റെപ്രസെന്റേറ്റീവ് വേണ്ടത്. അത് ഓസ്ട്രേലിയ എവിടെ നിന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാം. പിന്നെ വേറൊരു ഡിഫറെന്റ് ഒരു ഇത് വന്നേക്കുന്നത് മെൽബണിൽ നിന്നാണ്. അത് I can give a fully furnished double room, free accommodation if anyone needs. They only have to pay bills and keep the premises clean. മെൽബണിലാണ് ഇത് സംഭവം. അപ്പോ ഇത്രയാണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്. നമ്മൾ അന്വേഷിച്ചാല് ഇതിൽ ഏതെങ്കിലും സൂട്ടബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് us. പിന്നെ ഇതിൽ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ ഇതിൽ കമന്റ് ആയിട്ട് ഇടുക, നമ്മളത് കളക്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ സംസാരിക്കണമെങ്കിൽ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ അതിനും ഇതിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പബ്ലിക് ഫോറം പ്ലീസ് യൂസ് ഫോർ ദാറ്റ് ആസ് വെൽ. താങ്ക് യു. Thank you, Fazilika. Thank you for bringing these opportunities. അടുത്തതായി ഞാൻ വിളിക്കുന്നത് ഷാജു ഏട്ടന്. We don't have time, so ഞാൻ അടുത്ത സ്പീക്കറിലേക്ക് പോവാണ്. I welcome Rijil Pukut. Is Rijil there? Rijil. Yeah, Rijil Pukut is there. Okay. You can come. Okay. Okay, so I think. Hello. Yeah. Hi. Welcome. Yes. Okay. Hello everyone. Rijil പെർത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. നാട്ടിൽ പെരിന്തൽമണ്ണ സ്വദേശിയാണ്, മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഡോക്ടർ ആനന്ദ് ആന്റണി, അതുപോലെ ഡോക്ടർ സുരേഷ് വല്ലത്തി, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന്റെ കൂടെ നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റിയും ഒരുമിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ പാർട്ട് ഓഫ് നവോദയ എല്ലാ സ്റ്റേറ്റിനും സ്റ്റുഡൻറ് സപ്പോർട്ട് വിങ് വളരെ നന്നായി നടത്തി. വി കവേർഡ് ഓൾ ഓസ്ട്രേലിയ. അറൌണ്ട് 1000 കിഡ്സിന്റെ അടുത്ത് കൊടുക്കാൻ കഴിഞ്ഞു. ദാറ്റ്സ് ദ അപ്ഡേറ്റ്. ഞാൻ കേരള ലോകസഭ സ്പെഷ്യൽ ഇൻവൈറ്റി കൂടിയാണ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള. അപ്പൊ എനിക്ക് ഇവിടെ അപ്ഡേറ്റ് തരാനുള്ളത്, സ്റ്റുഡൻസിനോട് പ്രത്യേകിച്ച് അപ്ഡേറ്റ് തരാനുള്ളത്, നമ്മുടെ സ്റ്റുഡൻസിന് ഒരു ഇൻഷുറൻസ് നോർക്ക പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോ നോർക്കയുടെ സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ സ്റ്റുഡൻസും കൂടെ ഓപ്പൺ ആണ്. അത് പണ്ട് സ്റ്റുഡന്റ് വിസക്കാർക്ക് ഓപ്പൺ ആയിരുന്നില്ല. ഈ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് 4 lakh ഇൻഷുറൻസും കവേർഡ് ആണ്. ഒന്ന്. രണ്ടാമത്തത്, നമ്മുടെ ഒമാൻ എയർവൈസ് അതുപോലെ കുവൈറ്റ് എയർവൈസ്
കുവൈത്ത് എയർവേസ് ഓസ്ട്രേലിയയിൽ നിന്ന് സർവീസ് ഇല്ല. പക്ഷെ ഒമാൻ എയർവേസ് എല്ലാ ഓസ്ട്രേലിയൻ പട്ടണങ്ങളിൽ നിന്നും സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഒമാൻ എയർവേസിൽ നിങ്ങൾ ഈ സ്റ്റുഡന്റ് ഐഡന്റിറ്റി കാർഡ് എടുക്കുന്നതോടുകൂടി സ്റ്റുഡൻസിന് ഇനി ഭാവിയിൽ ഫ്ലൈ ചെയ്യാൻ they have a 10% ഡിസ്കൗണ്ട് ഓൺ ദാറ്റ് കാർഡ്. അപ്പോൾ നമ്മൾ ഈ കാർഡ് വെബ്സൈറ്റിൽ ഒരു പ്രോമോ കോഡ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ നമ്മുടെ സ്റ്റുഡന്റ് കാർഡ് ID കാർഡും എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിന്റെ ബെനിഫിറ്റ് കിട്ടാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഈ കേരള പ്രവാസി വെൽഫെയർ ബോർഡും നോർക്കയുടെ കൺട്രോളിൽ പോകുന്ന ഒരു സ്ഥാപനമാണ്. ബട്ട് ഇറ്റ് ഇൻഡിപെൻഡന്റ്. പ്രവാസികളുടെ ഉന്നമനത്തിന് ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് ഇവരെ നമ്മുടെ കേരളത്തുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ നോർക്ക ഇസ് അവർ ബോഡി. അപ്പോ കേരള പ്രവാസി വെൽഫെയർ ബോർഡിന്റെ അംഗത്വവും ഈ സ്റ്റുഡൻസിന് ഇപ്പോൾ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഏതാണ്ട് ചില സർവീസസ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ആസ് എ പാർട്ട് ഓഫ് നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ കൂടെ, നമ്മുടെ നാടിന്റെ കൂടെ ഈ സ്റ്റുഡൻസ് വളർന്നു പോകണം. നമ്മുടെ ഓസ്ട്രേലിയക്കകത്തുള്ള അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇപ്പോ അവർ തരണം ചെയ്യും എന്നുള്ളത് തീർച്ചയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി എല്ലാവരും അതിന് ഒരുമിച്ചുണ്ട്. അപ്പോ ഐ റിക്വസ്റ്റ് എവറി സ്റ്റുഡൻസ്, ഇവിടെ നമ്മുടെ ഇപ്പോൾ കൂടെ നിൽക്കുന്ന എല്ലാ സ്റ്റുഡൻസും നോർക്കയുടെ ഇതിൽ രജിസ്റ്റർ ചെയ്ത് നോർക്കയുടെ സ്റ്റുഡന്റ് ID കാർഡ് കിട്ടണം. അത് ടെമ്പററി വിസ, അത് TR ടെമ്പററി 485 ഗ്രാജുവേറ്റ് വിസക്കാർക്കോ 476 ഗ്രാജുവേറ്റ് വിസക്കാർക്ക്, അതുപോലെ ഇനിയിപ്പോ പെർമനന്റ് റെസിഡൻസ് ഉണ്ടെങ്കിൽ അവർക്കും എലിജിബിൾ ആണ്. നമ്മുടെ നോർക്കയുടെ എല്ലാ സർവീസസും പാസ്പോർട്ട്, ഓസ്ട്രേലിയൻ പാസ്പോർട്ട് ആവാത്ത, അത് ഇന്ത്യൻ PR ഉള്ള ഓസ്ട്രേലിയൻ PR ഉള്ളവരെ, പക്ഷെ പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം OCI കാർഡ് ഉണ്ടെങ്കിൽ പോലും. അപ്പോ ബാക്കിയുള്ള എല്ലാ സർവീസും നമ്മൾ ഉപയോഗപ്പെടുത്തണം. സ്റ്റുഡൻസിന് ഇപ്പൊ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. പിന്നെ അതുപോലെ ഇപ്പൊ സ്റ്റുഡൻസിന് ഉള്ള എൻ്റെ ഒരു സജഷൻ ആണ്, നമ്മളിപ്പോ ഈ കേന്ദ്ര ഗവൺമെന്റ് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പല ലോണുകൾക്കും. ഈ മൊറട്ടോറിയം പ്രഖ്യാപിച്ച ലോണുകളിൽ നമ്മുടെ സുരേഷേട്ടനൊക്കെ അതിൽ ഇന്റർഫിയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണ്. കാരണം മൊറട്ടോറിയം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ലോണിന് അത് ഇപ്പൊ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഇന്റർനാഷണൽ മൊറട്ടോറിയം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതിന് വേണ്ട ആളുകൾക്ക് ഡിപ്പാർട്ട്മെന്റുകൾക്കുമായിട്ടെല്ലാം കത്തെഴുതണം. സോ ആസ് എ കമ്മ്യൂണിറ്റി വി ഹാവ് ടു സ്റ്റാൻഡ് വിത്ത് ദം. അവരുടെ ലോൺ എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ചെറിയ എമൗണ്ട് ഒന്നല്ല, പക്ഷെ അല്പം കാലം അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഒന്ന് റിക്കവർ ചെയ്യാൻ കഴിയും. അതിൽ എങ്ങനെ ഇടപെടാൻ കഴിയും എന്നുള്ളത് നമ്മൾ കൂടിയിരുന്ന് ആലോചിക്കാം ഭാവിയിൽ. അതുപോലെ അഗെയിൻ റിക്വസ്റ്റ് എവ്രി സ്റ്റുഡൻസ് ഹിയർ ടു രജിസ്റ്റർ വിത്ത് രജിസ്റ്റർ നോർക്ക ID കാർഡ് എടുക്കണം. ആകെ ഇന്ത്യയിലെ 315 രൂപയുള്ളൂ, 315 രൂപയുള്ളൂ രജിസ്റ്റർ ചെയ്യാൻ. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാം. യു ക്യാൻ അപ്ലോഡ് യുവർ ഡോക്യുമെന്റ്സ് എവറിത്തിങ് ഇൻ ഓൺലൈൻ. അതാണ് എനിക്ക് ഈ ഫോറത്തിൽ പറയാനുള്ളത്. ഹോപ്പ്ഫുള്ളി അതുപോലെ നമ്മുടെ കേരള ഗവൺമെന്റ് എന്തെങ്കിലും അഡ്രസ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് തോന്നുകയാണ് ഇപ്പോൾ കേരള ഗവൺമെന്റ് ഇതിൽ ഇന്റർഫിയർ ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും വിഷയമാണെങ്കിൽ, നമുക്കറിയാം ഒരു പുറത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തിൽ കൂടുതലും നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യങ്ങളിലേക്കാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനാണ് അതിന്റെ അധികാരങ്ങളുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിനെ കൊണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് എഴുതിപ്പിക്കാനും ഒരു കേരള ഗവൺമെന്റിന്റെ അത് ശ്രദ്ധയിൽ കൊണ്ടുവരാനും സാധിക്കും. അത്തരം ആളുകളുണ്ട്. ഫ്രീ ടു കോൾ. എല്ലാ ഏത് സ്റ്റേറ്റിലും ഉള്ള സ്റ്റുഡൻസിനും വിളിക്കാം. എന്താണ് നിങ്ങളുടെ സജഷൻസ് എന്ന് പേഴ്സണൽ ആയിട്ട് അറിയിക്കണം. അല്ലെങ്കിൽ ഏത് ഫോറത്തിൽ അറിയിച്ചു കഴിഞ്ഞാലും we will take it up. That's all. Thank you everyone. Thank you Rijulata. Thank you. It's really a useful information. അടുത്തതായി ഞാൻ വിളിക്കാൻ പോകുന്നത് താര S നമ്പൂതിരി. Okay. Is she there? Okay. So I think Nirmal Joy had a question. Had something to speak.
So we are also running out of time. So Nirmal Joy, Thanks, Shruti. Bearing the okay. time in mind, I'll quickly just want to put 2 Yeah. points forward. Yes, go on. Okay. So ആദ്യമായിട്ട് പറയാനുള്ള ഒരു acknowledgement ആണ്. Obviously നമ്മുടെ കമ്മ്യൂണിറ്റി ചെയ്ത ഹെൽപ്പ് ആദ്യ ടെക്നോളജി ഇറ്റ്സ് അമേസിങ്. ലൈക്ക് നമ്മൾ ആസ് എ കമ്മ്യൂണിറ്റി ആസ് മലയാളീസ് നമ്മൾ ഇങ്ങനെ ഒരു ബേസിക്കലി ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ചെയ്തത് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റീനെ ഡിസോൺ ചെയ്യാണ് ചെയ്തത്. സോ ഞാനത് പറയാൻ കാരണം ഞാൻ ഇൻവോൾവ് ഇൻ ദാറ്റ് ക്യാമ്പയിൻ. ഞാൻ സിഡ്നി കമ്മ്യൂണിറ്റി ഫോറം എന്ന് പറയുന്ന ഓർഗനൈസേഷണൽ കമ്മ്യൂണിറ്റി ഓർഗനൈസർ ആണ്. എനിക്ക് അക്നോളജ് ചെയ്യാനുള്ളത്, നമ്മളിവിടെ പറഞ്ഞു ലൈക്ക് വിക്ടോറിയയിലെ ഒരു 45 മില്യൺ അനൗൺസ്മെന്റിന്റെ പുറകിലുള്ള നമ്മളൊരു ക്യാമ്പയിൻ ഇതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള സ്റ്റുഡൻസിന്റെ റോൾ അതിൽ അക്നോളജ് ചെയ്യാതെ പോയാൽ, ഇവിടെ ഈ സ്പേസിലുള്ള ഇതിനകത്തുള്ള സ്റ്റുഡൻസിന്റെ റോൾ അക്നോളജ് ചെയ്യാതെ പോയാൽ മോശമാകും തോന്നിയതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അർജുൻ സീസ റെപ്രസെന്റ് ചെയ്താണ് സംസാരിച്ചത്. അർജുൻ സീസയുടെ മെമ്പർ ആയിരുന്നു. കൗൺസിൽ ഓഫ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഓസ്ട്രേലിയക്ക് അതിനകത്ത് വലിയൊരു റോളുണ്ട്. ഈ ക്യാമ്പയിൻ മുമ്പോട്ട് കൊണ്ടുപോയ ഏതാണ്ട് 125ഓളം ഓർഗനൈസേഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന ഓസ്ട്രേലിയയിലെ ഒരു കൺസോർഷ്യം, അതിനകത്ത് സീസയും ഇൻവോൾവ് ആണ്. അതിന്റെ നമ്മൾ വളരെ അഭിമാനിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന 7 സ്റ്റുഡന്റ് ലീഡേഴ്സ് ആണ്. അതിൽ 2 പേര് ലീസയും ശ്രീജിത്തുമാണ് എന്നുള്ളത് നമ്മളിവിടെ അക്നോളജ് ചെയ്യാതെ പോയാൽ നമ്മൾ ആ ക്രെഡിറ്റ് തിരിച്ചു കൊടുക്കേണ്ടത് അവർക്കാണ്. സോ ഐ തിങ്ക് മൈ സേ ഹിയർ ഇസ് ദാറ്റ് here is international students speaking for themselves. I think that Srijit, Arjun and Lisa will approve of me. രണ്ടാമത്തെ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു $5,000 മെൽബണിലെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കലി വയബിൾ ആയ ഒരു സാമ്പിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പേഴ്സണലി ഏതാണ്ട് ഇപ്പൊ 1000ഓളം ഇന്റർനാഷണൽ സ്റ്റുഡൻസിനോട് സംസാരിച്ചു കഴിഞ്ഞു. അവരുടെ ഒന്നും സ്റ്റോറി അങ്ങനെയല്ല. സോ കൊടുത്തിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഒബ്വിയസ്ലി എല്ലാ സ്റ്റേറ്റ്സിലും ഈ മെഷേഴ്സ് ഉണ്ട്. ന്യൂ സൗത്ത് വെയിൽസിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്തത്, വിച്ച് ഇസ് $20 million. പക്ഷേ അതിന് 100-ൽ താഴെയാണ് ആപ്ലിക്കൻസ് ഉള്ളത്. 100 അതിന്റെ കാരണം എന്താണെന്നൊക്കെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. സോ ലെറ്റ്സ് നോട്ട് ഈ കൊടുത്തത് വലിയൊരു സംഭവമാണെന്ന് വരുത്തി വെക്കാതെ അതെങ്ങനെയാണ് ശ്രീജിത്ത് പറഞ്ഞ പോലെ തന്നെ അതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് എന്ന് കൂടി പറയേണ്ടത് ഉണ്ട് തോന്നുന്നത്. ഞാൻ എടുത്തു പറയാൻ കാരണം നമ്മളത് സക്സസ്ഫുൾ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത് പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയി എന്നാണ്. സോ ദാറ്റ്സ് ഇൻഫാക്ട് നമ്മൾ ചെയ്യുന്നത് ആ കമ്മ്യൂണിറ്റിയോട് ശ്രീജിത്തിനെയും ലീസനെ പോലുള്ളവർ സീസയൊക്കെ ചെയ്ത ഒരു ക്യാമ്പയിനെ വെള്ളമൊഴിച്ച് കെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ലെറ്റ്സ് വെൻ വി നമ്മൾ സ്റ്റോറീസ് പറയുമ്പോൾ 2 സ്റ്റോറീസും പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു നിർമ്മൽ. ഐ തിങ്ക് അർജുനേട്ടൻ എന്തോ പറയാനുണ്ട്. അർജുനേട്ടാ. താങ്ക് യു നിർമ്മൽ. പറഞ്ഞത് വളരെ സത്യമാണ് നിർമ്മൽ. ആൻഡ് ഞാൻ ഇപ്പോ സീസയിൽ ഇല്ല. ഞാൻ 2 കൊല്ലം മുമ്പ് ആയിരുന്നു ഉള്ളത്. അതുകൊണ്ട് ഇപ്പൊ ഉള്ള സീസ മെമ്പേഴ്സിനാണ് അത് താങ്ക് ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ ലീസ ആൻഡ് ശ്രീജിത്ത്, എനിക്കറിയില്ലായിരുന്നു. വളരെ നന്ദി. ആൻഡ് വേറൊരു കാര്യം രജിൽ ചേട്ടൻ പറഞ്ഞത്, ലോണിന്റെ മൊറട്ടോറിയം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഉണ്ടോന്ന് അറിയാനായിരുന്നു. അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു ഉണ്ടെന്ന് ഗവൺമെന്റ്. ബട്ട് അത് ഫൈൻ പ്രിന്റിൽ നോക്കിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് മനസ്സിലാവുക. അവര് പറഞ്ഞത് എന്താന്ന് വെച്ചാ നിങ്ങൾക്ക് ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണ്ട, വിച്ച് ഇസ് ഗുഡ്. പക്ഷെ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പം അവിടെ എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് അവിടെ കുറയുന്നില്ല. ആൻഡ് വെൻ യു ആർ ഇൻ എന്താ പറയാ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് പേ ചെയ്യുമ്പോൾ ഈ 3 മാസം അടച്ചില്ലെങ്കിൽ ആ 3 മാസത്തെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പിന്നെ ഓഗസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടയ്ക്കണം. സോ ഇൻ ദി എൻഡ് യു ആർ പേയിങ് ഈവൻ മോർ ആഫ്റ്റർ ഓഗസ്റ്റ്. ആൻഡ് നമ്മളുടെ ഇക്കോണമി അത്ര നല്ലൊരു സ്ഥിതിയിൽ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ സത്യം പറഞ്ഞാൽ ആർക്കും ഇല്ല. സോ ഇൻ ദി എൻഡ് അത് എന്താ പറയാ, ടു ബി വെരി ഫ്രാങ്ക് ആൻഡ് ബ്ലണ്ട്, ഒരു ഇറ്റ്സ് എ ഗുഡ് ട്രൈ. ബട്ട് അത് എന്താ പറയാ, ഇറ്റ് ഡസൻ ഹെൽപ്പ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്നുള്ളതാണ് സത്യം. അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ കാര്യത്തില്. എക്സാക്ട്ലി ഞാനിപ്പോ ഹബീബ് എന്ന് പറയുന്ന ഒരാള് പറഞ്ഞത് ഞാൻ വായിക്കുന്നു. അതന്നെ എക്സാക്ട്ലി വാട്ട് ഐ സെഡ്. എനിക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അത്രേ എനിക്ക് പറയണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു അർജുനേട്ടാ. ആർക്കെങ്കിലും എന്തെങ്കിലും ഇനി പറയാനുണ്ടെങ്കിൽ പ്ലീസ് കം ഫോർവേഡ്. Any opinions, any suggestions? Anandata, you can please raise your hand
The button is there on the lower right. I couldn't find raise ചെയ്യുന്ന ബട്ടൺ കാണാൻ That's okay. That's okay, Anand. ഞാൻ ആദ്യമായിട്ട് അൺസങ് ഹീറോസ് എന്നൊന്നും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം പാട്ട് പാടാത്ത ഇത് ഓർഗനൈസ് ചെയ്ത് ഒരു തമാശ പറഞ്ഞു കേട്ടോ. ഫൈസൽ, അത് ഇങ്ങനെ ഒരു പരിപാടി അത് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഇതിന്റെ ഹോസ്റ്റ് ആയിട്ടുള്ള ശ്രുതി നായർ, ശ്രുതി ഇവിടെ ഇന്ന് പറയുന്നുണ്ട്, പക്ഷെ ഒരുപാട് ഹാർഡ് വർക്ക് അതിന്റെ പുറകിലുണ്ട്. പിന്നെ ബിനു, മെട്രോ മലയാളം, പിന്നെ മീഡിയ ആംഗിളും കൂടി ഉണ്ട്. അവർക്കൊരു നന്ദി പറയാതിരിക്കുന്നത് ശരിയല്ല. പിന്നെ സ്റ്റുഡൻസ് ഇങ്ങനെ വന്ന് പറഞ്ഞു, അത് ഞാൻ നന്ദി പ്രകടനം നടത്തുമല്ല, ഈ ഇവരുടെ വിട്ടുകളയുന്നത് ശരിയല്ലെന്നുള്ള ഇതാണ്. അപ്പം ഇത് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. എനിക്ക് തന്നെ വളരെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു സ്റ്റുഡൻസിന്റെ ഇതിനെക്കുറിച്ച്. ഇങ്ങനെ അനവസരത്തിൽ ഒരു ചെറിയ നന്ദി പ്രകടനം നടത്തിയിട്ടുണ്ട്. ഞാൻ നിർത്തുന്നു. Thank you, Uncle. Someone raised their hand because I can't see who. Can you please raise again? Okay, Sangeetan. Yep. ഹലോ. Yeah, go on. എനിക്കൊരു ഡൗട്ട് ചോദിക്കാം. അതായത് ഇനി സ്റ്റുഡൻസ് ഇപ്പൊ ഈ ഒക്ടോബറിലൊക്കെ അഡ്മിഷൻ കിട്ടിയ സ്റ്റുഡൻസിന്, ഓഫർ ലെറ്റർ കിട്ടിയ സ്റ്റുഡൻസിന് എന്നായിരിക്കും ഇനി അവർക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന? ഐ മീൻ, എനി പോസിബിലിറ്റി ഓഫ് ദം ടു കം ഓവർ ഹിയർ? ലൈക്ക് എനിവേ ദ ഹൈ കമ്മീഷൻ ഈസ് സ്റ്റിൽ ക്ലോസ്ഡ്. സോ ഐ മീൻ അതിൻ്റെയൊക്കെ ഒരു പോസിബിലിറ്റി എന്തായിരിക്കും? ഇനി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ, വിസയൊക്കെ അപ്ലൈ ചെയ്ത് വരാനുള്ള പോസിബിലിറ്റി എന്തായിരിക്കും? ആർക്കെങ്കിലും എക്സ്പേർട്സ്? Yep, Arjun answer. I can answer. ഞാൻ കാൻബ്രയിലാണ് ഞാനിപ്പോ ജോലി ചെയ്യുന്നത്, ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലാണ്. അപ്പോ ഐ തിങ്ക് ഐ എം ഇൻ എ ഗുഡ് പൊസിഷൻ ടു ആൻസർ ദിസ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കാൻബ്രയിൽ ഒരു പൈലറ്റ് പ്രോഗ്രാം നടക്കുന്നുണ്ട് ആസ് വി ടോക്ക്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ കാൻബ്ര യൂണിവേഴ്സിറ്റീസിലേക്ക്, യൂണിവേഴ്സിറ്റി ഓഫ് കാൻബ്ര ആൻഡ് ANU കൊണ്ടുവന്ന് അവർ ട്രൈ ചെയ്യുന്നുണ്ട്, ക്വാറന്റൈൻ ചെയ്തിട്ട് ഒരു പൈലറ്റ് പ്രോഗ്രാം മാതിരി. അപ്പോ അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ന്യൂസ് വെച്ചിട്ട് അത് എന്താ പറയാ, നെക്സ്റ്റ് സെമിസ്റ്റർ ഫെബ്രുവരി തുടങ്ങുന്ന അല്ലെങ്കിൽ ജാനുവരി തുടങ്ങുന്ന സെമിസ്റ്ററിൽ കുറേയും കൂടി കുട്ടികൾക്ക് വരാൻ പറ്റുന്നുണ്ടാവും. ബട്ട് ടു ബി ഫ്രാങ്ക്, ആ ഒരു ഫുൾ സ്കെയിലിൽ വരണമെങ്കിൽ ഐ ബിലീവ് അത് നമ്മൾ വാക്സിനേഷൻ കണ്ടുപിടിച്ച് ഇതിനൊരു എൻഡ് വന്നിട്ട് ആ ഫുൾ സ്കെയിലേക്ക് ഹയർ എഡ്യൂക്കേഷനിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ടാവുള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം. ബട്ട് there is hope still. ഓക്കെ. സോ ഈവൻ ഒക്ടോബറിലൊക്കെ അഡ്മിഷൻ കിട്ടിയ ആൾക്കാർക്ക് പോലും ഇപ്പൊ വരാൻ, ഐ മീൻ ഓഫർ ലെറ്റർ കിട്ടിയവര് പിന്നെ നെക്സ്റ്റ് സെമില് റീകൺസിഡർ ചെയ്യായിരിക്കും അല്ലെ? അതെ, അവർക്ക് വേണമെങ്കിൽ അവർക്ക് ഓൺലൈനിൽ ക്ലാസ് തുടങ്ങാം if the university has that facility. ചില യൂണിവേഴ്സിറ്റീസ്, അധിക യൂണിവേഴ്സിറ്റീസിനും അവർ ഓൺലൈനിൽ ഡെലിവറി തുടങ്ങി കഴിഞ്ഞു. അപ്പോ ഓൺലൈനിൽ അവർക്ക് ക്ലാസ് തുടങ്ങിയിട്ട് പിന്നെ അവർക്ക് എപ്പോഴാണ് ഇങ്ങോട്ട് വരാൻ പറ്റുന്നത് ആ സമയത്ത് they can come to Australia. But ഈ പൈലറ്റ് പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ they will be bringing more international students. അപ്പോ ചാൻസ് ഉണ്ട്. Okay, so at the moment, if the visa, they haven't submitted the visa now, because the high commission is closed. So can you speculate when it's gonna, high commission is going to open and when they are going to consider the visa again? I mean, I'm sorry, ആ കാര്യം എനിക്ക് തോന്നുന്നു സുരേഷ് ചേട്ടനോ അങ്ങനെ ആരെങ്കിലും പറയേണ്ടി എന്നെക്കാളും നന്നായിട്ട് അവർക്ക് അത് അറിയുണ്ടാവുക. Okay. I'm sorry, Sangeet, just to jump in. Redfern Legal, Sydney Lawnangle, Redfern Legal Center is a New South Wales government free services offering on any visa, any legal matters regarding to international students. So that's the bottom. Okay. Thank you, bro. Thank you. എല്ലാം ഡൗട്ട് തീർന്നോ? Thank you. At the flywood migration, I don't know.
ഞാൻ Yeah. സാര നമ്പൂതിരിയാണ്. ഞാൻ ഈ Thank you so much. ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വിസ ആപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ മൈഗ്രേഷൻ ഏജന്റ് ആസ് വെൽ ആസ് ഇമിഗ്രേഷൻ ലോയർ. നാട്ടിൽ നിന്നുള്ള സ്റ്റുഡൻസ് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ലോഡ്ജ് ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ല. അവരത് ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്രോസസ്സ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ലോഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ടേക്ക് അപ് ടു 3 months for the department to process it. So it's a good idea to lodge it now, and അത് അവർ റീഓപ്പൺ ചെയ്യുമ്പോൾ അത് പ്രോസസ്സിംഗിൽ വരും. കാര്യം നമ്മൾ ഡേറ്റ് ഓഫ് ലോഡ്ജ്മെന്റ് കൂടെ നോക്കും ഒരു പ്രോസസ്സിംഗിന്റെ ടൈമിൽ. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ then you will be waiting for more time. ആപ്ലിക്കേഷൻ സിറ്റിസൺ. പിന്നെ ഈ പറഞ്ഞ ഒക്ടോബർ ഇൻടേക്കില് ഓൾറെഡി ഓഫർ ലെറ്റർ ഉള്ള ആൾക്കാർക്ക് മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഓൺലൈൻ ക്ലാസ്സിനുള്ള ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫെബ്രുവരിയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഇഫ് സ്റ്റുഡൻസ് ഫ്രം ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് വരാനായിട്ട് ഫെബ്രുവരിയിലേക്ക് പറ്റും എന്നാണ് നമ്മൾ എല്ലാവരും കരുതുന്നത്. പിന്നെ അതുപോലെ ആസ് എ മൈഗ്രേഷൻ ലോയർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ if they need anything in terms of staying here legally, അവർ ഓവർസ്റ്റേ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ if their student visa is expiring, what to do because they can't leave the country. അപ്പോൾ അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ any type of visa enquiries and any kind of advice, legal advice നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാവുന്നതാണ്. താങ്ക് യു താര മാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു. സംശയമാണ്, ഈ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ സോറി അങ്കിൾ, വി കാൻറ്റ് ഹിയർ യു. ഓൺലൈൻ ക്ലാസ് നടത്തുകയാണെങ്കിൽ സ്റ്റുഡന്റ് ഇന്ത്യയിലാണ് എങ്കിൽ ഫീല് എന്തെങ്കിലും റിലീഫ് കിട്ടുമോ? ഇതുവരെ ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി ഉദാഹരണത്തിന് 10% ഫീസിൽ റിലീഫ് കൊടുത്തിട്ടുണ്ട്. അത് ഓൺലൈനും ഇതുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റികൾ ഇൻഡിവിജ്വൽ ആയിട്ട് മാക്സിമം കൊടുത്തിരിക്കുന്ന ഫീ റിലീഫ് എന്ന് പറയുന്നത് 10% ആണ്. അല്ലാതെ ഓൺലൈൻ ആവുന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള ഫീ റിലീഫും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല ഒരു യൂണിവേഴ്സിറ്റി. ഇൻസ്റ്റഡ് ഇൻഫാക്ട് പുതിയ എഡ്യൂക്കേഷൻ റിഫോമിൽ, പുതിയ പോളിസിയിൽ, കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്ത പോളിസിയിൽ ഹ്യൂമാനിറ്റീസ് പോലുള്ള പ്രോഗ്രാമിന്, ബിസിനസ് പോലുള്ള പ്രോഗ്രാമിന് 114% ഫീസ് ഹൈക്കാണ്. ഇറ്റ്സ് 114%. താങ്ക് യു നിർമ്മൽ. സോ ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പം ഒരു പെറ്റീഷൻ റൺ ചെയ്യാണ്. ആസ് ഐ ടോൾഡ് യു ബിഫോർ, Indian Overseas Student Support Petition, freeze the loan, ease the pain. I would like everyone to file the petition so that there should be some relief in the pain we are facing. Can we close it? Like, ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്കും മറ്റ് എല്ലാവർക്കും നമ്മുടെ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. താങ്ക് യു.